ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിമ്പിൾ വിലയിരുത്തി നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല സിമ്പിൾ ഉപയോഗിക്കുന്നത്, മറിച്ച് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഒരേ സിമ്പിൾ തന്നെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സിമ്പിൾ വിലയിരുത്തി ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ ഇനി വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. സ്ക്രീനിൽ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഒരു സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിമ്പിൾ വിലയിരുത്തി തന്നെയാണ് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ വിലയിരുത്തി എങ്ങനെയാണ് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കിനി വിശദമായി നോക്കാം. ഫോട്ടോയിൽ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും അത് രണ്ട് സൈഡിലേക്കാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ടെർമിനലിന് എ എന്നും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന ടെർമിനലിന് ഞാനിവിടെ ബി എന്നും പേര് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ഏതാണെന്ന് നോക്കാം. ഫോട്ടോയിൽ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ എന്നത് അത് തീർച്ചയായിട്ടും നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ തന്നെയാണ്. പക്ഷേ ഫോട്ടോയിൽ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ സംബന്ധിച്ച് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും അത് രണ്ട് സൈഡിലേക്കാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ള ടെർമിനൽ ആണോ നെഗറ്റീവ് ടെർമിനലായിട്ട് വരുന്നത്, അതല്ല റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള ടെർമിനലാണോ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് വരുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കാണുന്ന ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള ഈ ഒരു സിമ്പിൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് ഈ ഒരു സിമ്പിളിൽ നമുക്ക് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ആ ഒരു മൈനസ് ചിഹ്നം കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു സിമ്പിളിൽ തന്നെ ഒരു ഏരോ മാർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏരോ മാർക്ക് എങ്ങോട്ടാണോ സൂചിപ്പിക്കുന്നത് ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ ആണ് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിളിൽ കാണുന്ന ഏരോ മാർക്ക് സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ ബി എന്ന് അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ബി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടും നമുക്ക് എടുക്കുകയും ചെയ്യാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വരുന്ന
ഏതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ഈ സിമ്പിൾ വിലയിരുത്തി തന്നെ നമുക്ക് അത് നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. നിലവിൽ ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്നത് ഒരു ഏരോ മാർക്കിൻ്റെ അകത്ത് ഒരു മൈനസ് ചിഹ്നം വരുന്ന രീതിയിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഏരോ മാർക്കിൻ്റെ അകത്ത് മൈനസ് ചിഹ്നം വന്നത് കൊണ്ടാണ് നമ്മളിവിടെ ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ഈ ഫോട്ടോ രൂപത്തിൽ കാണിച്ചിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് നമ്മൾ പരിഗണിച്ചത്. എന്നാൽ ഒരു പക്ഷേ ഈ ഏരോ മാർക്കിൻ്റെ അകത്ത് മൈനസ് ചിഹ്നത്തിന് പകരം പ്ലസ് ചിഹ്നമാണ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഇവിടെ ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ആ സമയത്ത് എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഞാനിവിടെ പറഞ്ഞത് നമ്മളിവിടെ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഏരോ മാർക്കിൻ്റെ അകത്ത് ഒരു മൈനസ് ചിഹ്നം വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഏരോ മാർക്കിൻ്റെ അകത്ത് മൈനസ് ചിഹ്നം വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് നമ്മളിവിടെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ നമ്മളിവിടെ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഈ ആരോ മാർക്കിൻ്റെ അകത്ത് മൈനസ് ചിഹ്നം കാണിച്ചിട്ടുള്ളതിന് പകരം ഈ ആരോ മാർക്കിൻ്റെ അകത്ത് ഇതുപോലെ ഒരു പ്ലസ് ചിഹ്നമാണ് വരുന്നത് എങ്കിൽ ഇവിടെ ഈ സമയത്ത് ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ആ സമയത്ത് എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ആ സമയത്ത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതായത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന ഈ ആരോ മാർക്കിന് പ്രാധാന്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആരോ മാർക്കിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്ലസ് ഓർ മൈനസ് ഈ രണ്ട് ചിഹ്നങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം വരുന്നുണ്ട് എന്നതാണ് വസ്തുത. നമ്മൾ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഏരോ മാർക്കിൻ്റെ അകത്ത് മൈനസ് ചിഹ്നമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഏരോ മാർക്ക് എങ്ങോട്ടാണോ സൂചിപ്പിക്കുന്നത് ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ആ സമയത്ത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ ഏരോ മാർക്കിൻ്റെ അകത്ത് ഇനി മൈനസ് ചിഹ്നത്തിന് പകരം പ്ലസ് ചിഹ്നമാണ് വരുന്നത് എങ്കിൽ ആ ഏരോ മാർക്ക് എങ്ങോട്ടാണോ സൂചിപ്പിക്കുന്നത് ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ നിയമം ബാധകമാവുന്നത് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ രണ്ട് സൈഡിലേക്ക് വരുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണെങ്കിൽ മാത്രമാണ് ഈ നിയമം ബാധകമാവുന്നത്. എന്നാൽ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും അത് ഒരു സൈഡിലേക്ക് തന്നെ വരുന്നവയാണെങ്കിൽ ഈ നിയമം അവിടെ ബാധകമല്ല. അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് യഥാക്രമം എക്സ് വൈ എന്നിങ്ങനെ പേരുകളും നൽകിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എക്സ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും അത് ഒരു സൈഡിലേക്ക് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വൈ എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും ഒരു സൈഡിലേക്ക് തന്നെയാണ് അതും വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എക്സ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും
അതുപോലെ തന്നെ Y എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ, അവ നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ അത് രണ്ടും സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എക്സ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സിമ്പിളിൽ കാണുന്ന ഏരോ മാർക്ക്, അത് മുകളിലോട്ടാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ Y എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സിമ്പിളിൽ കാണുന്ന ഏരോ മാർക്ക്, അത് താഴോട്ടാണ് സൂചിപ്പിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും ടെർമിനൽ അത് ഒരു സൈഡിലേക്ക് തന്നെ വരുന്നവ ആയതുകൊണ്ട് നമ്മളിവിടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ഏരോ മാർക്ക് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളിവിടെ ആകെ പരിഗണിക്കേണ്ട കാര്യം എന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ മൈനസ് ചിഹ്നം മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എക്സ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ആ ഒരു ടെർമിനലാണ് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ. അതുപോലെ തന്നെ ബാക്കി വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലും. അതുപോലെ തന്നെ Y എന്ന് പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ സിമ്പിൾ കാണുന്ന ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലും ബാക്കി വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടും നമുക്ക് എടുക്കാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നമുക്ക് വളരെ നിഷ്പ്രയാസം നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ അവസരത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ്, Y എന്നിങ്ങനെ യഥാക്രമം പേരുകൾ നൽകിയിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്നത് അത് ഒരു ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ ഒരു മൈനസ് ചിഹ്നം നൽകിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ സിമ്പിൾ കാണാൻ സാധിക്കുന്നത്. ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ മൈനസ് ചിഹ്നം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കാൻ കാരണം. എക്സ്, Y എന്നിങ്ങനെ യഥാക്രമം പേരുകൾ നൽകിയിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ അത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് നമ്മൾ ആ സിമ്പിൾ വിലയിരുത്തി എക്സ്, Y എന്നിങ്ങനെ യഥാക്രമം പേരുകൾ നൽകിയിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി കണ്ടെത്തിയത്. എന്നാൽ എക്സ്, Y എന്നിങ്ങനെ യഥാക്രമം പേരുകൾ നൽകിയിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്ന സിമ്പിൾ എന്നത് അത് ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ ഒരു മൈനസ് ചിഹ്നമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ മൈനസ് ചിഹ്നത്തിന് പകരം ഇതുപോലെ ഒരു പ്ലസ് ചിഹ്നമാണ് വരുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എക്സ്, Y എന്നിങ്ങനെ യഥാക്രമം പേരുകൾ നൽകിയിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്നത് അത് പോസിറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആയിട്ട് മാറി വരും. അതുകൊണ്ട് തന്നെ എക്സ് എന്ന പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് പോസിറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് പോസിറ്റീവ് ടെർമിനൽ ആയിട്ടും ബാക്കി വരുന്ന ടെർമിനൽ അത് നെഗറ്റീവ് ടെർമിനൽ ആയിട്ടും നമുക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ Y എന്ന പേര് കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് പോസിറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കുന്ന സിമ്പിൾ വരുന്ന ഭാഗത്ത്
വരുന്ന ടെർമിനൽ അത് പോസിറ്റീവ് ടെർമിനൽ ആയിട്ടും ബാക്കി വരുന്ന ടെർമിനൽ അത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടും നമുക്ക് പരിഗണിക്കാം. എന്നാൽ എക്സ് വൈ എന്നിങ്ങനെ യഥാക്രമ പേരുകൾ നൽകിയിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും രണ്ട് ടെർമിനലും ഒരു സൈഡിലേക്ക് തന്നെ വരുന്നവ ആയതുകൊണ്ട് നമ്മളിവിടെ എക്സ് വൈ എന്നിങ്ങനെ യഥാക്രമം പേരുകൾ നൽകിയിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെയും പുറത്ത് കാണുന്ന ഏരോ മാർക്കിന് യാതൊരുവിധ പ്രാധാന്യവും നൽകേണ്ടതില്ല. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും അത് ഒരു സൈഡിലേക്ക് തന്നെ വരുന്നവയാണെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ ആരോ മാർക്കിന് യാതൊരുവിധ പ്രാധാന്യവും നൽകേണ്ടതില്ല. നമുക്കിവിടെ ആരോ മാർക്കിൻ്റെ ഉള്ളിൽ മൈനസ് ചിഹ്നമാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ അത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇനി ആരോ മാർക്കിൻ്റെ ഉള്ളിൽ പ്ലസ് ചിഹ്നമാണ് നൽകിയത് എങ്കിൽ അത് നമുക്ക് പോസിറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കുന്ന സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ അതായത് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും അത് രണ്ട് സൈഡിലേക്ക് വരുന്നവയാണെങ്കിൽ അങ്ങനെ വരുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ഏരോ മാർക്കിനും പ്രാധാന്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്നീ രണ്ട് ചിഹ്നങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകേണ്ടതാണ്. അതായത് ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ പ്ലസ് ചിഹ്നമാണ് വരുന്നത് എങ്കിൽ ആ ഏരോ മാർക്ക് എങ്ങോട്ടാണോ സൂചിപ്പിക്കുന്നത് ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ബാക്കി വരുന്ന ടെർമിനൽ അത് നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. എന്നാൽ ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ മൈനസ് ചിഹ്നമാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആ ഏരോ മാർക്ക് എങ്ങോട്ടാണോ സൂചിപ്പിക്കുന്നത് ആ ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് നമുക്ക് പരിഗണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നിങ്ങൾക്കിനി വളരെ നിഷ്പ്രയാസം ഇങ്ങനെ വരുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അത് നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പുറത്ത് ഉപയോഗിക്കുന്ന തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റു രണ്ട് സിമ്പിൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ സിമ്പിൾ വരുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറഞ്ഞുതരാം. അതിനുശേഷമുള്ള എപ്പിസോഡ് വീഡിയോയിൽ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു മെത്തേഡിനെ കുറിച്ച് വിശദമായി പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ താൽക്കാലികമായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.